എൻ്റെ പൊന്നെ, ഇതുപോലൊരു പായസം ഉണ്ടാക്കി നിങ്ങൾ ഒരു തവണയെങ്കിലും കുടിച്ച് നോക്കണം. എങ്കിൽ പിന്നെ വീട്ടിൽ പിന്നെ ഒരു പായസം ഉണ്ടാക്കത്തില്ല, ഈ ഒരു പായസം മാത്രമേ നിങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. കുട്ടികളൊക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്ന നല്ല അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നിഷാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പായസത്തിന് വേണ്ട ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പാണ്. അപ്പം ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ നമുക്ക് കഴുകി ഒരു 3-4 വട്ടയിലും കഴുകണം കേട്ടോ. കഴുകിയിട്ടിത് കുറച്ച് സമയം കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാവേ. നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചൗവരിയാണ്. ഇതിപ്പോൾ ചൗവരി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, നമ്മുടെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതും ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ഗോതമ്പ് നുറുക്ക് എടുത്ത അതേ സ്പൂണിന് തന്നെയാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. ഇതും നല്ലതുപോലെ കഴുകിയതിന് ശേഷം അല്പസമയം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അരമണിക്കൂറിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേനും നല്ലപോലെ ഇത് രണ്ടും കുതിർന്ന് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലോട്ട് ഞാൻ കുതിർത്ത ആ ഒരു ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലൊക്കെ അടുപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് വേവാനായിട്ട് നമ്മൾ വെക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ചൗവരി കുതിർത്തത് ഇട്ട് കൊടുക്കുകയാണ്. മറ്റേ ഗോതമ്പ് നുറുക്കും ഇതും കൂടെ ഒരുമിച്ചിട്ടിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. രണ്ടും 2 വേവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചൗവരി നമ്മൾ വേവിച്ചെടുക്കുമ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്കിനും ഈ വെള്ളം ഒന്ന് കുറുകും. അപ്പോൾ ചിലപ്പോൾ അടിക്കൊക്കെ ഒന്ന് പിടിക്കാനൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇളക്കി കൊടുക്കണേ. ചൗവരി നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഫൈബറുണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുപോലെ വൈറ്റമിൻ സി, ബി ഒക്കെ ഉണ്ട്. പിന്നെ മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മെലിഞ്ഞവർക്ക് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. കലോറിക്ക് കൂടുതലാണ് ഇതിനകത്ത്. പിന്നെ വിലക്കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും എല്ലായിടത്തും തന്നെ ഇത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ഞാൻ രണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. ഗോതമ്പ് നുറുക്കും ചൗവരിയും വേവിച്ചെടുത്തു. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ചുടുകട്ടിയുള്ള ഒരു പാത്രം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേണ്ട നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഗോതമ്പ് നുറുക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒരുമാതിരി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് ഈ ഫ്ലെയിം ഇപ്പോൾ ഓണാക്കണ്ട. ഈ ഗോതമ്പ് നുറുക്ക് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചൗവരി ചൂടാറാൻ തുടങ്ങുമ്പോഴത്തേക്കിനും തന്നെ അതുപോലെ കട്ടയാകാൻ വേണ്ടിയിട്ട് തുടങ്ങുവേ. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ചേർത്ത് കൊടുക്കേണ്ടത് വേണ്ട 1 സ്പൂൺ റവ ഞാനൊരു ചെറിയ ബൗളിൽ എടുക്കുന്നുണ്ട്. ഒരേ 1 സ്പൂൺ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഗോതമ്പ് നുറുക്ക്, ചൗവരി, പിന്നെ 1 സ്പൂൺ റവ, ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 750 ml പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ ഈ പായസം ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീമി ടെക്സ്ചറാണ് ആകാൻ പോകുന്നത്. അപ്പം അടിക്ക് പിടിക്കാൻ ചാൻസ് ഏറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് അടി കൂട്ടി വേണം ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഇളക്ക് കറക്റ്റായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി വറ്റി ഇതുപോലൊന്ന് കുറുകി വരും. വറ്റി കുറുകി ഒന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലുത്ത് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് 4 ഏലക്ക അതൊന്ന് ഇതുപോലെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് വന്നേക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല, നല്ല രസമാണിത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പരിപാടി കൂടെ ചെയ്യാനായിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു ചെറിയ പാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ പായസത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ
സൂപ്പറായിട്ടുള്ള ഒരു പായസം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു പായസത്തിൻ്റെ റെസിപ്പിയാകട്ടോ ഇത്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ പായസം ഒരിക്കലും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.